ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റിയായ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഗ്രിൽ ഫിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. പാനിലും അതുപോലെ തന്നെ ഓവനിലും ചെയ്തെടുക്കുന്ന രണ്ട് മെത്തേഡ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിതാ 850 ഗ്രാം വരുന്ന മീനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. രണ്ട് മീനും കൂടെ ചേർത്തിട്ടാണ്. അതെല്ലാം അതിൻ്റെ എന്താ പറയുക മുള്ളും ചെതുമ്പലും ഒക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കൊന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കാം. അപ്പം ചെതുമ്പലൊക്കെ കളയുന്ന സമയത്ത് നല്ല രീതിയിൽ ഇതിങ്ങനെ തെറിക്കും. കാരണം അത്യാവശ്യം വലിയ ചെതുമ്പലായിരുന്നു ഈ മീനിൻ്റെത്. ഇതിൻ്റെ പേരറിയത്തില്ല, നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഒരു മീൻ നമുക്ക് കിട്ടിയത്. അപ്പോൾ എന്തായാലും നമ്മൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ തലയുടെ പോർഷൻ നമ്മൾ ഒരുപാടൊന്നും കളയരുത് കേട്ടോ. നമ്മൾ സാധാരണ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ തലയുടെ പോർഷൻ ഒത്തിരി അങ്ങ് കളയത്തില്ല. ആ ഒരു വായുടെ ഭാഗം മാത്രം അങ്ങ് റിമൂവ് ചെയ്ത് കളയുക. പിന്നെ ഉള്ളിലുള്ള അഴുക്കൊക്കെ ഒന്ന് കളഞ്ഞെടുത്താൽ മതിയാകും. വാലിൻ്റെ ഭാഗം, വാലിൻ്റെ ആ ഒരു ഏറ്റവും താഴെ ടിപ്പ് പോർഷനിൽ വരുമല്ലോ, അത് മാത്രം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയേ. ഇനി നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ചട്ടിയിൽ വെച്ചിട്ട് നല്ലതുപോലെ ഇതൊന്ന് ചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കഴുകണം. അപ്പോൾ ബാക്കി എന്തെങ്കിലുമൊക്കെ ആ ഒരു ചെതുമ്പലോ അതിൻ്റെ ഒരു സൈഡ് ഭാഗത്തൊക്കെ ഒരു അഴുക്കും അരകലൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ചട്ടിയിലിട്ടൊന്ന് തേച്ച് കഴുകിയെടുത്താൽ മതിയാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളിത് ആ മീനൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് നമ്മളിത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു വാഷ് ബേസിനൊന്ന് ക്ലീൻ ആക്കി ഇടണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ മീനൊക്കെ എടുത്ത് കഴിയുമ്പോൾ അവിടെ ഭയങ്കരമായിട്ടൊരു സ്മെല്ലായിരിക്കുമേ. അപ്പോൾ നമ്മൾ ആ വാഷ് ബേസിനും കൂടെ വളരെ പെട്ടെന്ന് നമ്മളൊന്ന് ക്ലീൻ ആക്കി ഇട്ടതിന് ശേഷം വേണം നമ്മളിനി അടുത്ത കാര്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് ആ പണിയും ഒന്ന് വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് തീർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇതാ മീൻ എടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് നന്നായിട്ട് നല്ല അത്യാവശ്യം ഒന്ന് കട്ടിക്ക് തന്നെ നമ്മളൊന്ന് വരഞ്ഞു കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ആ ഒരു മസാലയൊക്കെ ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും നല്ലതുപോലെ ഒന്ന് പിടിക്കത്തുള്ളേ. ഒരുപാട് ഡിസ്റ്റൻസ് ഇട്ടിട്ടല്ല, കുറച്ചെന്നാൽ അത്ര അടുത്തിട്ടും അല്ലാത്ത രീതിയിൽ വേണം വരഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഒന്നുകൂടെ ഒന്ന് കഴുകിയതിന് ശേഷം വേണം ഇതിനകത്തുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടി. ഇപ്പോൾ മീൻ അവിടെ ഇരിക്കട്ടെ. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 2 ഇഞ്ച് നീളമുള്ള ഒരു കഷ്ണം ഇഞ്ചി, ഒരു തണ്ട് കറിവേപ്പില, ഒരു 2 പച്ചമുളക്, 10 അല്ലി നമ്മുടെ എന്താ പറയുക ചെറിയ ഉള്ളിയില്ലേ, കുഞ്ഞുള്ളി, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു എന്താ പറയുക അത്രയും സാധനവും കൂടി ഇട്ടിട്ട് നമ്മൾ ഇനി ബാക്കിയുള്ള പൊടികളൊക്കെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, ഞാൻ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ എരിവ് കൂടിപ്പോകും, അതുകൊണ്ട് 1 ടീസ്പൂൺ മതിയാകും. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ കുരുമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിന് ഞാൻ 1 ടീസ്പൂൺ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എങ്ങനെ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമ്മളൊരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് അറബിക് മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കബ്സ മന്തിക്കൊക്കെ തയ്യാറാക്കുന്ന അതാണേലും മതിയാകും. പിന്നെ നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും പിന്നെ ഇച്ചിരി ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ നാരങ്ങ നീര് നിങ്ങളുടെ പുളിക്ക് അനുസരമായിട്ട് ചേർത്ത് കൊടുക്കാം. മീനിൻ്റെ അളവിനനുസരിച്ചിട്ട് അത് മാറ്റം വരുത്താം. പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒരു 2 ടീസ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. ഗരം മസാലയാണ് നിങ്ങൾ ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് ഒരു നുള്ള് ജാതിക്കയുടെ പൊടിയും, ജാതിക്കയില്ലേ അതിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ നല്ല ജീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് വേണം ഗരം മസാലയാണെങ്കിൽ ചേർത്ത് കൊടുക്കാൻ. ഇനി അറബിക് മസാലയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ചേർക്കേണ്ട, അതിൽ തന്നെ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും പൊടിച്ച് വരിക. അപ്പോൾ അങ്ങനെ റെഡിമെയ്ഡ് വാങ്ങിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. കബ്സ മന്തിയുടെയൊക്കെ മസാല ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇനി മീനിനെ നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 1 മണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കണം. ഇനി നമ്മൾ ആദ്യം ഓവനിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഓവൻ്റെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ബട്ടർ ഒന്ന് സെൻറ്ററിലേക്ക് ഒന്ന് തുടച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തെടുത്താൽ മതിയാകും, ഒരുപാട് ബട്ടറൊന്നും ഇട്ട് കൊടുക്കേണ്ട. ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് മീൻ വെച്ച് കൊടുക്കുക. 2 സ്ലൈസ് ലെമൺ, നാരങ്ങ അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി നേരെ ഇത് നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. അവനിൽ വെക്കുമ്പോഴത്തേക്കിനും ഓരോരുത്തരുടെ അവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് അതിനകത്ത് വ്യത്യാസം വരാം. ഞാനിവിടെ 170 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ് സമയമാണ് വെച്ച് കൊടുക്കുന്നത്. OTG ആണ് കേട്ടോ. അപ്പം നമ്മളിതാ അതിലേക്ക് ഇത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് പാനിലോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്.
അപ്പോൾ നമ്മൾ പാനിൽ ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ബട്ടർ ചെയ്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നോർമൽ നമ്മൾ ഗ്രിൽ ഫിഷൊക്കെ ചെയ്യുന്ന സമയത്ത് ഗ്രില്ല് ഫിഷ് ആകട്ടെ ചിക്കൻ ആകട്ടെ നമ്മൾ ഓയിൽ ഇല്ലാതെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ സ്വീകരിക്കുന്നത് തന്നെ. നിങ്ങളൊരു ടേസ്റ്റ് വൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബട്ടറും ഓയിലും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ പറഞ്ഞതുപോലെ ഓയിലിൻ്റെയൊക്കെ അളവ് വളരെ കുറച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ബട്ടറിൻ്റെയൊക്കെ പോർഷൻ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. പകരം വെളിച്ചെണ്ണ മാത്രം ചേർത്ത് കൊടുക്കുക, അതും വളരെ കുറഞ്ഞ എമൗണ്ടിൽ മാത്രം. അപ്പോൾ അതാ നമ്മൾ ഒരു ഭാഗം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഓരോ ഭാഗം തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം നാരങ്ങ നീരും ഒരു നുള്ളു ഉപ്പും കൂടെ ഒന്ന് കലക്കി വെക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഓവനിലെ ഫിഷ് റെഡിയാകാൻ ഇച്ചിരി ടൈം എടുക്കും. പാനിലെ ഫിഷ് റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൽ നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ചൂടുവെള്ളം നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ കിഴങ്ങ്, ക്യാരറ്റ്, നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അത്യാവശ്യം ഒന്ന് കുക്കാവ് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. അതിനുശേഷം ഒന്ന് സ്ട്രെയിനറിലേക്ക് ഊറ്റി വെക്കുമ്പോൾ അതിൻ്റെ കളറൊന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതും നമ്മളൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്ലൈസ് നാരങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് ഓണിയൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റാം. നമ്മുടെ ഓവനിലെ ഫിഷും റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്കും കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഏതിനാണ് കമ്പാരിറ്റീവ്ലി ടേസ്റ്റ് കൂടിയതാണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് രണ്ടും ചെയ്ത് നോക്കിയത്. എനിക്ക് വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നിയില്ല. എങ്കിലും ഓവനിൽ ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ആ ഒരു ക്ലിയർ ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് നമ്മൾ ഓവനിൽ ചെയ്യുമ്പോഴത്തേക്കിനാണ് കിട്ടുന്നതെങ്കിലും ഒരു 90% വരെ നമുക്ക് പാനിൽ ചെയ്യുമ്പോഴും ആ ഒരു ടേസ്റ്റ് തന്നെ വരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളും എടുത്ത ഇൻഗ്രീഡിയൻസും ഒക്കെ അതുപോലെ തന്നെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടേസ്റ്റിൽ തന്നെ ചെയ്തെടുക്കാനും പറ്റും. അപ്പം ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ആക്കി നോക്കുകയും ചെയ്യണം കേട്ടോ. ഇനി നിങ്ങൾ ഓയിലിൻ്റെ കാര്യത്തിലൊന്നും നിങ്ങൾ വലിയ കോൺഷ്യസ് അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ബട്ടറിലേക്ക് നമ്മളൊരു 2 വെളുത്തുള്ളി ഒന്ന് വളരെ ചെറുതായി അരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഈ മീനിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ നിങ്ങൾ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കിന് നിങ്ങളൊരു ഇതിന് വേണ്ടിയിട്ടുണ്ടാക്കുന്നതാണെങ്കിൽ ഈ ഒരു രീതിയും കൂടെ ചെയ്ത് നോക്കിക്കോളൂ. നല്ല ഉഷാറ് ടേസ്റ്റായിട്ട് ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് നല്ല ഒരു വീഡിയോയുമായി വീണ്ടും കാണുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.